ഇന്ന് പറയാൻ പോകുന്നത് ഒരു അപൂർവമായ മന്ത്രമാണ്. ത്വരിതാ മന്ത്രം എന്ന് പറയും. എല്ലാവർക്കും അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലെങ്കിലും ത്വരിതാ ദേവി എന്നത് കാടാമ്പുഴ അമ്മയാണ്. സാക്ഷാൽ കാടാമ്പുഴ ഇരിക്കുന്ന ദേവിയാണ് ത്വരിതാ ദേവി. അതായത് കിരാതഭാവത്തിൽ ഉള്ള കിരാതിനി ആയ മൂർത്തിയാണ് ത്വരിതാദേവി. കിരാതശിവനായിട്ട് ശിവൻ വന്നപ്പോൾ കൂടെ വന്ന പാർവതീദേവിയുടെ സ്വരൂപമാണ് ത്വരിത. അതായത് ക്ഷിപ്രം വരം തരുന്നവൾ എന്നാണ് അർത്ഥം. അർജുനൻ പാശുപതാസ്ത്രത്തിനു വേണ്ടി കാട്ടിൽ ഘോര തപസ് ചെയ്തപ്പോൾ അർജുനെ പരീക്ഷിക്കാനായി പരമശിവനും പാർവതിയും കിരാതഭാവത്തിൽ വന്നു എന്നാണ് ഐതിഹ്യം. അപ്പോൾ അവിടെ വന്ന ദേവിയാണ് ത്വരിത അല്ലെങ്കിൽ കിരാതമൂർത്തിഭാവത്തിലുള്ള പാർവതി. അപ്പോൾ ഇന്ന് ഈ മന്ത്രം തന്ത്രപ്രയോഗത്തിലും തന്ത്രമാർഗത്തിലും ഒക്കെ ഉണ്ട്. ഇവിടെ സാധാരണ ത്വരിതാദേവിയുടെ മന്ത്രം അധികം ഗ്രന്ഥങ്ങളിലുമൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് പറയാൻ പോകുന്നത് ത്വരിതാദേവിയുടെ സിദ്ധി നേടിയിരിക്കുന്നതും ഹോമം ചെയ്തതിനുള്ള മന്ത്രസിദ്ധിതന്ത്രത്തിലുമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയെക്കുറിച്ചാണ്. അത് എപ്പോഴും ഗുരുവിൻ്റെ അടുത്തു നിന്നാണ് ഇങ്ങനത്തെ വീരാക്ഷരമുള്ള മന്ത്രങ്ങൾ സ്വീകരിച്ച് ത്വരിതാദേവിയെ പ്രീതിപ്പെടുത്തുള്ളൂ. പിന്നെ ഇത് കാടാമ്പുഴ അമ്മയുടെയും ത്വരിതാദേവിയുടെയും ഒരു മന്ത്രം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യമായി തന്നെ ഋഷിയും ഛന്ദസ്സും ദേവതയും പറയുന്നു. അർജുന ഋഷി വിരാൾ ഛന്ദ ത്വരിതാദേവത ധ്യാന ശ്യാമാംബർഹി കലാപശേഖരയുത മാബന്ധവർണാം ശുഗാം ഉച്ചാഹാരലസത് പയോധരപരാ മഹാഷ്ടാവിവൻ ഇപ്രതി താടങ്കാങ്കര മേഖലാ ഗുണഗണ ന്മാഴജീരതാം പ്രാപിതാൻ കൈരാതീം വരദായയോട്യഗതകരാം ദേവീം ത്രിനേത്രാം ഭജേ. ഇത് ത്വരിതാദേവിയുടെ ധ്യാനശ്ലോകമാണ്. കൈരാതിദേവി അതായത് കിരാതഭാവത്തിലുള്ള ദേവിയെ അർജുനൻ ധ്യാനിക്കുന്ന മന്ത്രമാണിത്. ഇനി മൂലം പറയുന്നു. ഓം ഹ്രീം ഹൂം ഖേ ഛേ ഷ സ്ത്രീൻ ഹൂം ക്ഷേ ഹ്രീൻ ഫൾ. ഇത് ബീജാക്ഷരങ്ങളൊക്കെ ചേർത്തുള്ള ദേവിയുടെ മന്ത്രമാണ്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും ശക്തി ബീജവും താരയുടെ ബീജവും എല്ലാ ഒരു കിരാത ഭാവത്തിൽ വരുന്ന താന്ത്രിക മന്ത്രമാണ് പറയുന്നത്. ഇനിയും എങ്ങനെ മന്ത്രസിദ്ധമാകും എന്നാണ് ഗ്രന്ഥത്തിൽ പറയുന്നതെന്ന് നോക്കാം. വിറട്ടോടെയും ധ്യാനത്തോടെയും കൂടി 1,00,000 ഉരു ജപിച്ച് 10,000 കൂളച്ചമത ത്രിമധുരത്തിൽ മുക്കി ഹോമിക്കുക, പിന്നെ പൂജിക്കുക, എന്നാൽ മന്ത്രസിദ്ധി വരും എന്നാണ് പറയുന്നത്. ഹോമങ്ങളെല്ലാം യോന്യ ആകൃതിയിലുള്ള കുണ്ടത്തിലായിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു കാമാഖിയുടെയും ഒരു താരയുടെയും ബന്ധം എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഹോമം അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇത് വെച്ചുള്ള ഒരു ശത്രു സംഹാര പ്രയോഗങ്ങളാണ് പറയുന്നത്. കടുക് ഹോമിച്ചാൽ ശത്രുസംഹാരം, ചെമ്പഴപ്പൂ ഹോമിച്ചാൽ സ്വർണം ലഭിക്കും, കാഗോളിയുടെ ഇല ഹോമിച്ചാൽ ശത്രുക്കളെ ഉച്ചാരണം ചെയ്യുക, വേപ്പിനില ഹോമിച്ചാൽ ശത്രുക്കൾ തമ്മിൽ പിളങ്ങും, ഉഴുന്നു ഹോമിച്ചാൽ ശത്രു മൂകനാകും, ഉമ്മത്തിൻകുരു ഹോമിച്ചാൽ ശത്രു ഭ്രാന്തനാകും. ഇതൊക്കെയാണ് ത്വരിതയെ കൊണ്ടുള്ള ഉഗ്ര പ്രയോഗങ്ങൾ. ഇത് നിങ്ങൾ അറിവിനായിട്ട് പറയുന്നതേ ഉള്ളൂ. ഇത് ആർക്കും ഈ ഗ്രഹത്തിലൊന്നും ഇത് പ്രായോഗികമാക്കി ചെയ്യുന്നതല്ല. ഇതൊരു താന്ത്രിക മന്ത്രം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ. നമസ്കാരം.